തിരുവനന്തപുരം തുമ്പയിലെ ബോംബേറിനു പിന്നിൽ ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയെന്നാണ് എഫ്ഐആർ പുറത്തുവന്നിരിക്കുകയാണ്. ആക്രമണം നടത്തിയത് ഗുണ്ടാ തലവൻ സുനിലും സംഘവും എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുടിപ്പകയ്ക്ക് പിന്നിൽ 2020-ൽ സുനിലിന് നേരെ അഖിലും സംഘവും ബോംബെറിഞ്ഞതിന്റെ വൈരാഗ്യമാണെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. വിഷ്ണു കരുണാകരനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. വിഷ്ണു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് എഫ്ഐആറിലുള്ളത്? തുളസി, എഫ്ഐആറിൽ പ്രധാനമായി സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ ഗുരുതരമായി കൈക്ക് പരിക്കേറ്റ അഖിലിനെ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യമായിരുന്നു ഈ പ്രതികൾക്കുണ്ടായിരുന്നതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. അക്രമികൾക്കായി അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ അക്രമികളെ കണ്ടെത്താനുള്ള പോലീസ് ശ്രമത്തിനൊടുവിൽ തന്നെ എഫ്ഐആറിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് ഗുണ്ട കുടിപ്പക തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന്. അത് മാത്രമല്ല 2020-ൽ സുനിൽ എന്ന വ്യക്തിക്ക് നേരെ അഖിലും സംഘവും ബോംബെറിഞ്ഞതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുനിൽ എന്നുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഈ ആക്രമിക്കാനെത്തിയ രണ്ടുപേർ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ സുനിലുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 12 മണിക്ക് അടുത്താണ് ഇതുപോലെയുള്ള ഒരു ബോംബാക്രമണം ഉണ്ടായത്. സാധാരണഗതിയിൽ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കുറെ കാലമായി കഴിഞ്ഞിരുന്ന സ്ഥലമാണ്. ഇവിടെ 2020-ൽ നടന്ന സംഭവം എന്നാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ പകയുടെ ഭാഗമായുള്ള ആക്രമണമാണ്. ആ ആക്രമണം നടന്ന സമയം വീടിന്റെ മുന്നിൽ തുമ്പയിലെ വീടിന്റെ മുന്നിൽ രണ്ടുപേർ നിൽക്കുകയായിരുന്നു. അവർക്ക് നേരെയാണ് ബോംബേറുണ്ടായത്. 2 ബോംബുകളാണ് എറിഞ്ഞത്. നാടൻ ബോംബുകളായിരുന്നു എറിഞ്ഞിരുന്നത്. അതിൽ അഖിൽ എന്നുള്ള ഒരാളുടെ കൈക്കായിരുന്നു ബോംബേർ കിട്ടിയത്. അതിലാണ് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ചോരത്തുള്ളികൾ അടക്കം ഇന്നലെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു വലിയ ആക്രമണമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലണം എന്നുള്ള ലക്ഷ്യമോടെ തന്നെയാണ് ഇത്തരത്തിൽ അഖിലിനെ ആക്രമിച്ചതെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ ആക്രമണത്തിന് ഇരയായ ആളുകളും മുമ്പും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കള്ള കേസുകൾ അടക്കം പ്രതിയായുള്ളവരാണിവർ. അതുകൊണ്ട് തന്നെ പോലീസ് അതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അന്വേഷണം നടത്തുന്നത്. ഏതായാലും അക്രമികളെ ഉടൻ കണ്ടെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേസ് പുരോഗമിക്കുന്നത്.